നല്ല എരിവും പുളിയുമുള്ള ചൂരക്കറിയും വെന്തുടഞ്ഞ കപ്പയും നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. ചൂരമീൻ കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇതൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണ തെളിയുന്ന വഴിയൊന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ ചാറൊക്കെ ഒന്ന് മീൻ കഷ്ണങ്ങളിൽ പിടിപ്പിച്ച് വെച്ച ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ തുറന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. വീണ്ടും നമുക്കൊരു 10-15 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കപ്പ കൂട്ടി കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ചാറോട് കൂടി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് കപ്പ വേവിക്കാം. കപ്പ കഷ്ണങ്ങളെല്ലാം നന്നായി കഴുകി എടുത്ത് വെച്ച് ഇവിടെ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇനി ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച കപ്പ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ട് കപ്പ കുഴച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ എരിവും പുളിയൊക്കെയുള്ള ചൂര മീൻകറിയും നല്ല ഉടഞ്ഞ കപ്പ വേവിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.